ഞാനൊരു ഫോട്ടോ അയച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ ഫോട്ടോ അന്ന് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയല്ലേ? അടിപൊളി അടിപൊളി. അന്ന് ഇത് ഇറങ്ങുന്ന സമയത്ത്, ഈ ട്രോളർ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ മുമ്പ് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ബെഹ്റ സാറ് ഏതൊന്നും കൂടി എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു ദിവസം ഞാൻ ഇതേപോലെ നിൽക്കുമ്പോഴത്തേക്കാണ് കുറെ ട്രോളുകൾ അപ്പൊ എനിക്ക് എടുത്തിട്ട് തന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും നോക്കിയപ്പോ എൻ്റെ അമ്മ ബെഹ്റിയ, എൻ്റെ അമ്മ ഇതേ ഫേസ് അമ്മ. പിന്നെ അമ്മയൊക്കെ കറക്റ്റാണ്. പിന്നെ സുരാപ്പിക്ക് ഏകദേശം കട്ടുണ്ട്. പിന്നെ ഏറ്റവും അനിയത്തി. രണ്ട് ബെഹ്റയും രണ്ട് ബെഹ്റയുണ്ട് ഞങ്ങളുടെ വീട്ടില്. അപ്പൊ അങ്ങനെ ഞങ്ങള് ഇതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു, ഒരു സ്ഥലത്തൂടെ ഞാൻ പോവാ. അപ്പൊ എന്നോട് ചോദിച്ചു, ചേട്ടാ മറ്റേ പുള്ളിനെ പോലെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഏത് പുള്ളി? മറ്റേ പോലീസുകാരൻ. അപ്പൊ എനിക്കും മനസ്സിലായി. ഞാൻ പിന്നെ ഏത് പോലീസുകാരൻ? മറ്റേ ലോകനാഥ് പറവ. ഞങ്ങൾ രണ്ടുപേരും കൂടി സാറിന്റെ കൂടെ നിർത്തി ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് വൈഫിനെ. സാറിന് എന്നാ അറിയാം, ഞാൻ സാറിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, 2 മണിക്കൂർ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അതിനോട് ശ്രീകണ്ഠൻ സാറ് പറഞ്ഞാൽ അതിനത് ഭയങ്കര പ്രശ്നമൊക്കെ ആയി, ഇങ്ങനെ കളിയാക്കാൻ വേണ്ടി വിളിച്ചേക്കണമെന്ന്. പക്ഷെ ഞങ്ങൾ നോർമൽ ടോക്കായിരുന്നു. പക്ഷെ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് സമയം ഫ്രീ ടൈമിൽ സാർ എന്നോട് സംസാരിച്ചു. അതിൽ നിന്ന് പുള്ളി എന്താണെന്ന് മനസ്സിലായി. കാരണം നല്ലൊരു മനുഷ്യനാണ്, ഭയങ്കര കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പം അതൊക്കെ അന്നേരം എനിക്ക് മനസ്സിലായി. പിന്നെ അതൊരു ഭാഗ്യമായി. പിന്നെ പല സ്ഥലത്തും വെച്ച് ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡ്യൂപ്പാണ് സാറ്, അല്ലാണ്ട് സാറിൻ്റെ ഡ്യൂപ്പ് ചെയ്യാനല്ല. കാരണം ഞാനല്ല ആദ്യം വന്നത്. അതല്ല ഞാൻ ഈ ഏരിയയിൽ നമ്മളാണ് പിന്നെ നമ്മളാണ് ഫേമസ്. ഈ ആദ്യം കാണുന്ന സമയത്ത് ഈ ഫോട്ടോ കണ്ടപ്പോൾ എന്താ തോന്നിയത്? ആ സമയത്ത് കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഇതാണ്, ചേട്ടനേക്കാളും കുറച്ചും കൂടി ചേരുന്നത് ഞങ്ങള് വേറെ ചേട്ടനായിരുന്നു ഞങ്ങള് പറയുമായിരുന്നു. ചേട്ടൻ കുറച്ചും കൂടി എനിക്ക് കുറച്ചുകൂടെ ഒരു ഇച്ചിരി ഇതുണ്ടല്ലോ, ഹൈറ്റ് ഉണ്ടല്ലോ. പക്ഷെ അമ്മ ഹൈറ്റ് ഉണ്ടെങ്കിൽ പോലെ ഈ മുഖമില്ലേ കറക്റ്റാ, ഒരു ആംഗ്ലം മെങ്ങളോന്ന് തോന്നുന്നത്. ആ രീതിയിലേ പറയുള്ളൂ കണ്ടു കഴിഞ്ഞാൽ. അപ്പം ഞാൻ വേറെ ചോദിക്കണതൊക്കെ പറയും, എൻ്റെ വീട്ടിൽ 2 ബെഹറിമാരും 2 ബെഹറയും എന്ന് പറയും. ഇപ്പോൾ ചെമ്മീൻകെട്ടും സാധനങ്ങളും ഒക്കെ അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടുകളൊക്കെ ഉണ്ട്. പക്ഷെ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു സാധനം എസ്റ്റാബ്ലിഷ് ചെയ്യാതെ തന്നെ ചെയ്തു പോകുന്നുണ്ട്. അബദ്ധത്തിലാണ് ഇത് പുറത്തേക്ക് വന്നത് പോലും. ആ ഒരു മനസ്സ് ഒരുപക്ഷെ ഈ മനുഷ്യൻ്റെ ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു ഇതും കൂടെ അല്ലേ? അത് കുറച്ചുകൂടെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ വരുന്നത്. ഇങ്ങനെ ഒരു മനസ്സുള്ളത് ഒരാളുടെ കൂടെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് തന്നെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യണതിന് ഒരുപാട് നെഗറ്റീവ്സും വരാറുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ എന്തിട്ടാലും അതിനൊക്കെ ഒരു നെഗറ്റീവ് കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഞങ്ങള് കൂടുതലും എന്തെങ്കിലും ചെയ്താലും പുറത്തങ്ങനെ പറയാറില്ല. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഉണ്ടായിരുന്ന ഒരു സംഭവം തന്നെ അതങ്ങനെ ഓർക്കാപ്പുറത്ത് ഉണ്ടായ ഒരു സംഭവമാണ്. പിന്നെ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട്. അതിപ്പോൾ കട്ടായി കിടക്കുവാണ്. അപ്പം അതിന് ഞങ്ങൾ ഒരുപാട് ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ മറ്റുള്ളവർക്ക് ഇപ്പം താങ്കൾക്കാണെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യണം എന്ന് തോന്നുന്ന ഒരു കാര്യം മാത്രമേ നമ്മൾ അതിൽ ഇട്ടിട്ടുള്ളൂ. കാരണം കുറച്ച് അമ്മമാര് അവർക്ക് ഫുഡ് കൊടുക്കാം, നമുക്ക് ഒരു വീഡിയോ അത് പിന്നെ അപ്പൊ നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് കണ്ടിട്ട് പൂർണ്ണശ്രീ കാറ്ററിംഗ് അവര് കണ്ടിട്ട് അവർ നമ്മളെ വിളിച്ച് സാജു എനിക്ക് ഇങ്ങനെ താല്പര്യമുണ്ട് എന്ന് പറയാം. അപ്പൊ നമുക്ക് തോന്നിക്കൊള്ളാം ഇങ്ങനെ ഒരു ചെറുത് ഇപ്പം ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ അധികം പൈസ ആവില്ല. നമ്മുടെ ഉണ്ടെങ്കിൽ ഇപ്പൊ കടം മേടിച്ചു കൊടുക്കണമെന്ന് ഒരിക്കലും പറയണില്ല ഞങ്ങളെ പോലെ. അല്ലാണ്ട് കയ്യിലുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു പൊതിച്ചോറ് മേടിച്ചു കൊടുക്കണേല് കുഴപ്പമില്ല. എനിക്കത് സാജു സാജു എന്ന് വിളിക്കണില്ല, ചേട്ടായി എന്ന് സാജു എന്ന് വിളിച്ചതാണ്. ഇത്തിരി റെസ്പെക്ട് കൊടുത്തോണ്ട് വിളിച്ചത്. അല്ല അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ സംബോധന ചെയ്യാൻ എനിക്കിഷ്ടം. എന്നുവെച്ചാൽ അദ്ദേഹം ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളാണല്ലോ. അപ്പൊ പുള്ളിക്കാരൻ അങ്ങനെ ചെയ്യണം, അതിലെനിക്ക് ഭയങ്കര അഭിമാനം തന്നെയുള്ളൂ. അങ്ങനെ ചെയ്യണേല് ഞാൻ എപ്പോഴും അതിന് സപ്പോർട്ട് ചെയ്യാറുള്ളൂ. എന്തെങ്കിലും കണ്ടാലും അതിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുള്ളൂ. ഒറ്റ കാര്യമുള്ളൂ ഇതില്, നമ്മളുടെ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുക, പുറത്തുനിന്ന് മേടിച്ചിട്ട് ചെയ്യാതെ നമ്മളുടെ കയ്യിലുള്ളത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് സുഖം ഉണ്ടാവും. പക്ഷേ ആ കാര്യത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു വീട് തന്നെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയെന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിലൊരു എങ്ങനെയായിരുന്നു അത് ഹാൻഡിൽ ചെയ്തത്? ഇഷ്യൂ ഹാൻഡിൽ ചെയ്തത്? അല്ല, ഞങ്ങൾ ഒറ്റ ഇതേ ഉള്ളൂ. എൻ്റെ സന്തോഷം ഇയാളുടെ സന്തോഷം ഞങ്ങളുടെ ജീവിതം. അതിൽ വേറെ ഒന്നുമില്ല. ഇത് തന്നെ നിങ്ങളൊക്കെ അറിഞ്ഞു തന്നെ അത് ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞു പോയിരുന്നു. അത് അങ്ങനെയാണ് നോക്കി കാണേണ്ടത്. നമ്മള് ശരിക്കും അത് ഉള്ളിൽ തന്നെ വെച്ച് കൈകാര്യം ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അറിയിക്കാൻ ഒരു താല്പര്യമില്ലാത്തൊരു കാര്യമായിട്ട് തന്നെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്രയൊക്കെ പക്വത നിങ്ങൾക്ക് എവിടുന്ന പെട്ടെന്ന് സീരിയസ് ആയത്? വീണ്ടും മറ്റേ ഡാൻസ് ക്ലാസ് ചോദിച്ചാൽ പടി പോകും.
സീരിയസ് ആയിട്ട് സംസാരിക്കാൻ അറിയാം. ആ അല്ല അത് പഠിച്ചിട്ടുണ്ട്, അത് അറിയാന്നുള്ള ആളാണ് ഈ ഇരിക്കുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായത് ആ ഒരു വർഷം കഴിഞ്ഞപ്പോ ചിലതൊക്കെ നടക്കുന്നു. അല്ല നീ ദേഷ്യപ്പെടാനൊക്കെ അറിയാം. ദേഷ്യപ്പെടുവോ? ദേഷ്യപ്പെടുന്നത് കരഞ്ഞോണ്ടായിരിക്കുള്ളൂ. കൂടി കൂടി വരുമ്പോ അതിന്റെ കൂടെ കരച്ചിലും ഉണ്ടാവും. പക്ഷെ ദേഷ്യപ്പെടാറുണ്ട്. പിന്നെ ഈ മനുഷ്യൻ അന്യൻ സിനിമയിലെ പോലെ ദേഷ്യപ്പെടുള്ളൂ. അല്ല ദേഷ്യപ്പെടുമ്പോ എന്താണെന്നറിയോ, ഞാനങ്ങ് ദേഷ്യപ്പെട്ട് ഇങ്ങനെ എന്ത് ഭംഗി വെച്ചു കാണാനറിയോ തീർന്നു. അല്ലെങ്കിൽ ഞാൻ വൈകിയെന്ന് വിളിക്കും. അങ്ങനെ കൊറേ ടെക്നിക്കുകളുണ്ട്. ദേഷ്യപ്പെട്ട പൊട്ട് തിരിഞ്ഞുമ്പോ വൈകി എന്തായി പറയണ വൈകിയെന്ന് വെച്ചാൽ അപ്പൊ തീർന്നു. പിന്നെ എൻ്റെ ഒരു ടെക്നിക്ക് അറിഞ്ഞു, ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇച്ചിരി വൈകിയൊക്കെ വരുമ്പോൾ ചീത്ത പറയുന്നുള്ളൊരു ഉറപ്പാണെങ്കിൽ വാതിൽ തുറക്കുമ്പോഴേ എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കും ഞാൻ അതിൻ്റെ ഉള്ളിൽ. അതൊക്കെ ഞാൻ അങ്ങോട്ട് വഴക്കിടും. ഇതിനടുത്ത് ഇങ്ങനെ ഇട്ടേക്കണം, എന്താ അങ്ങനെ കാണിച്ചിട്ടേക്കണം എന്താ, അയ്യോ ഞാനത് മാറ്റിയിട്ടേക്കാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാനകത്ത് കയറി പോകും. പിന്നെ അത് മനസ്സിലായി. അത് ചേട്ടാ ഇത് തന്നെ ഒരു ഇന്റർവ്യൂല് ഇത് പറഞ്ഞായിരുന്നു. അപ്പൊ വീടിന് അല്ല ഒരു വീട്ടിലൊരു മോളുടെ ഹസ്ബൻഡ് പോലീസുകാരനാണ്. അപ്പൊ ആ പുള്ളിക്കാരനെ ഒരു ദിവസം ഇതേപോലെ മതിലിന്റെ അപ്പുറത്ത് നിന്നിട്ട് സായിച്ചേട്ടാ ചേട്ടന്റെ ട്രിക്ക് ഞാനിപ്പോ ഉപയോഗിക്കാൻ തുടങ്ങി. പോലീസാണ്. പിന്നെ ചിക്കൻ ഫ്രൈ അത് കിട്ടിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇതുപോലെ ചീത്ത വെക്കുന്ന ഉറപ്പാണെങ്കിൽ ചിക്കൻ ഫ്രൈ മേടിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒറ്റക്കൊള്ളു ജീവിക്കാനായിട്ട് എന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ ആരുണ്ട് നോക്കാനായിട്ട് എച്ചു ചിക്കൻ കയറുക. പേടിയുണ്ട് രാവിലെ ഒറ്റ. ഞാനിപ്പോൾ ഇത്ര വർഷമായിട്ട് തനിച്ച് താമസിക്കണമെങ്കിൽ ഒരു ദിവസം ഞാൻ ഷോ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആളെ കാണാനില്ല. ഒരു ബെഡ്റൂമിന് മൂലക്ക് ഇരിക്കേ, ഒരു കയ്യിൽ ബൈബിള്, ഒരു കയ്യിൽ കൊന്ത, അതിൻ്റെ കൂടെ കൃഷ്ണനും എല്ലാം കൂടി പിടിച്ചിട്ട് ഒരു മൂലക്ക് കരഞ്ഞോണ്ടിരിക്കേ. പിന്നെ ഞാൻ വിളിച്ചോണ്ട് പോയി രാത്രി. ഭയങ്കര പേടിയാ. അത് എന്റെ പഴയ കോലം കാണോട്ടാ. അങ്ങനെയുള്ള എന്നെ പ്രേമിച്ചിട്ടാണ് പേടിയുന്നത്. അല്ല രാത്രി എടുക്കുമ്പോഴേ ചിലപ്പോ ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് കിടക്കാനായിട്ട് വരാൻ നേരത്ത് കിടന്നിങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞു പോകുമ്പോ അവിടെ കാപ്പാത്തിങ്കോ എന്ന് പറഞ്ഞു. ഈ പ്രേത മൂവിയിലൊക്കെ പറയില്ലേ, ഇങ്ങനെ ഒരു മൂടുണ്ടല്ലോ, അത് പിടിച്ചിട്ട് ഒന്നത് ഓഫ് ചെയ്യുമോ. ഞാൻ ഒരു ദിവസം വന്നിട്ട് വൈറ്റിലെന്ന് ഷോ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത് ശരിക്കും സൈക്കോ എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താന്ന് പറയട്ടെ, നമ്മൾ ഇംഗ്ലീഷ് സിനിമ ആ ഇംഗ്ലീഷിൽ കാണുമ്പോഴാണ് അതിന്റെ ഒരു ത്രില്ല് നമുക്ക് കിട്ടണം. ഇത് ആ ഇംഗ്ലീഷ് സിനിമ ഹിന്ദിയിലും കാണും, തമിഴിലും കാണും, വേറെ എന്തൊക്കെ ഭാഷയുണ്ട് അതിലൊക്കെ കാണും. അപ്പൊ അതില് ഇംഗ്ലീഷ് സായിപ്പ് മതാമേക്ക് നിന്നുണ്ടല്ലേ കാപ്പാത്തിക്കോ, അതും കാണും. അപ്പൊ ഞാൻ പറയും ഈ സിനിമ കണ്ടതല്ലേ എന്ന് പറയും. അപ്പൊ പുള്ളിയുടെ മെയിൻ ഇംഗ്ലീഷ് സിനിമ കാണുന്ന വെച്ചാൽ അതിന്റെ എനിക്ക് ഇതൊക്കെ പറഞ്ഞു എനിക്ക് മനസ്സിലാവും. ഈ ഫ്രെയിം അവിടെ വയ്ക്കണം, അവർ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ വയ്ക്കും, ഇത് ഭംഗിയുണ്ടോ, അങ്ങനെ ഉണ്ടോന്ന് ചുമ്മാ ഞാൻ നോക്കി ഇത് കൊള്ളാന്നറിയ എവിടെ ഒന്നും മനസ്സിലായിട്ടുണ്ടല്ലോ. ഞാൻ ചിലപ്പോ ആ പെണ്ണിട്ടാണ് ഡ്രസ്സ് ഇട്ടാ നോക്കുള്ളൂ, കമ്മലും ഡ്രസ്സൊക്കെ നോക്കുള്ളൂ. ഞാൻ ഒരു ദിവസം ഷോ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒറ്റക്ക് കിടക്കുക, ഭക്ഷണമൊക്കെ വെച്ചിട്ട് കയറി കിടന്നില്ല, ലൈറ്റങ്ങ് ഓഫ് ചെയ്തിട്ട് ഞാൻ തോണ്ടി ഞാൻ ആരാന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. എന്താണ് ഞാൻ താജുവല്ലിട്ടാന്ന്. ചേട്ടാ കളിക്കരുതിട്ടാ, ഞാൻ വൈറ്റിലേൽ വണ്ടി ഇടിച്ച് വെച്ചൊരു ശശിയാന്ന് പറഞ്ഞു. പിന്നെ ഒറ്റ കരച്ചിലും അപ്പുറത്തെ 3 വീട്ടിൽ ലൈറ്റ് കളിയാണ് കണ്ടത്. പേടിച്ചു പോയി. പിന്നെ ഒരു സ്ഥലത്ത് ബാത്റൂമിൽ കയറി ഇങ്ങനെ അകത്തൊക്കെ ഞാൻ മിണ്ടാതെ പോയിട്ട് ആ ഡോറെ ചാരി ഇങ്ങനെ നിന്ന് അവിടെ നിന്ന് തുറക്കൽ ഇങ്ങനെ വെച്ചിട്ട് നിന്ന് പോയിട്ട് ഞാൻ ഇടിച്ചു തല. ഞാൻ അന്നത്തോണ്ട് നിർത്തി. ഞാൻ സെക്കായി പോയി. പിന്നീട് ഭയങ്കര വിഷമായിരുന്നു അത് ഓർത്തപ്പോഴേ. ഞാൻ അനങ്ങിയില്ല, ഇങ്ങനെ കൊണ്ട് കൂട്ടി. അപ്പൊ ആളെ ശരിക്കും പേടിച്ചു. പിന്നെ ഞാൻ പേടിപ്പിച്ചിട്ടില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് പേടിപ്പിക്കാം. അല്ല പേടിപ്പിക്കണ ചിലപ്പോ ഇരിക്കണേ അതുകൊണ്ടാണെന്ന് അറിയില്ല എന്നെ പേടിപ്പിക്കാൻ പറ്റാത്ത അപ്പൊ ഇനി പേടിപ്പിക്കാൻ അനുവദിച്ച കുഴപ്പമില്ല, ഇടി കുറയും.